വേറെ സ്ഥലമൊന്നുമില്ലേ? അല്ല, ഞാൻ ഈ 10ന്റെ സിഗരറ്റ് വലിക്കാൻ 5 സെന്റ് സ്ഥലം വാങ്ങി അവിടെ പോയിരിക്കാം. വണ്ടി എട് ചവിട്ട്. അപ്പൊ നീ? ഞാൻ സ്റ്റിയറിംഗേ നോക്കത്തുള്ളൂ. മാഷൂന്ന് അവിടെ ആക്സിലേറ്റർ വിട്ടാൻ. അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചേ? അച്ഛവ പോവാ, ഈ കല്യാണം നടക്കില്ല. എന്താ മോനെ? അത് പിന്നെ ഞങ്ങളെ പറയുന്നോണ്ടെന്ന് തോന്നരുത്, അവളായിട്ട് പറഞ്ഞതാ. അവർക്ക് പെൺകുട്ടികളോട് അത്ര താല്പര്യം. ആര് പറഞ്ഞു? അതൊക്കെ അവള് തമാശക്ക് പറയുന്ന. അതൊന്നും കേട്ടുമ്പോൾ ടെൻഷൻ ആവണ്ട. അതെയോ? ഒരു മിനിറ്റ് ഞങ്ങളെ വാ, നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം. കളിക്കാം. സ്റ്റോൺ പേപ്പർ സിസർ. അങ്ങള് ജയിച്ചു. അതെങ്ങനെ? എന്റെ സിസറും നിന്റെ സിസർ രണ്ട് കത്രിക ചേർന്ന ശരിയാവില്ല മോനെ. ഇല്ലല്ലോ, അതല്ലേ ഞാനും പറഞ്ഞു. നിങ്ങളായതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു കോംബോ ആണെങ്കിലും പണ്ട് തൊട്ടേ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. ഇപ്പൊ നമ്മുടെ ജൂനിയർ സീനിയറിലൊക്കെ ഞാൻ ഇപ്പോഴും കണ്ട് ചിരിക്കുന്ന ഒരു സിനിമ. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സിനിമയാണെങ്കിൽ പോലും അതിവിടെ പറഞ്ഞ ആവശ്യമില്ല. ഈ വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് രാധേ. ഓ കുണ്ടത്തി. സമയം എത്രയായി? വാച്ചില്ല. ഇതെന്താ? അപ്പൊ അതെന്താ? ഇത് ഓടത്തില്ല, ഇത് ചാടത്തില്ല. അപ്പൊ നമ്മ മൂന്നാറത്തെ സ്ഥിതിക്ക് ഒരു ഷോട്ട് വെച്ചങ്ങ് അവിടെ ചാല. ഏത് മൂട്? പൊളി മൂട്. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല. കാരണം എനിക്ക് അറിയില്ല. എല്ലുള്ള മസാല ദോശ ഉണ്ടാവില്ല. ഇപ്പൊ രാവിലെ മിമ്മ് കഴിച്ച മസാല ദോശയിൽ എല്ലുണ്ടോ? ഇല്ലല്ലോ. എന്റെ വെള്ള പാവടയിൽ ഫുള്ള് ചളി തെറിച്ചു. ഇവിടെ സോപ്പ് വല്ല ഉണ്ടോ കഴുകാൻ? ഞാനൊരു 7 അപ്പൊ ടോട്ടല് 25. മാമ 2 കടി ഒരു ചായ. നിന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നീ എന്താടി പറഞ്ഞത്? നിനക്ക് വേറെ റിലേഷൻ ഉണ്ടെന്ന്. അടിപൊളി ജാമു മോറി. റീൽസ് കാണാറുണ്ടോ? ഫാനാണ്. ഫാനാ? എന്നാ നിന്ന് കറങ്ങ്. കാണാൻ പോകുമ്പോൾ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ടല്ല, 0 എക്സ്പെക്ടേഷനിൽ പോയി കണ്ടാലാണ് ഒരു മൂവി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഗുഡ് മൂവി എന്നും വെരി ഗുഡ് മൂവി എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എഫേർട്സ് വെച്ചിട്ടാണ്. റിസൾട്ട് ഞങ്ങളല്ല പറയുന്നത്. നമ്മളിപ്പോ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ത് പറയും? ഞങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതി, വെരി ഗുഡ് വെരി ഗുഡ്, നന്നായിട്ട്. ഈ ലോകത്ത് നിന്നെ പോലൊരു സുന്ദരിയായിട്ടുള്ള പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ നീ അല്ലാതെ വേറൊരു പയ്യന്റെ മുഖത്തോലും നോക്കിയിട്ടില്ല, അറിയാമോ? വേറെ എവിടെ നോക്കണം? അപ്പം ആ 3000 രൂപ ഇങ്ങനെ വന്നേന്നറിയോ? നിനക്കന്ന് തന്നാ എന്റെ ഇത്തടെ മോൻ നീ സെറിലാക്ക് വാങ്ങാൻ വേണ്ടി ഇത്ത പറഞ്ഞു വിട്ടപ്പം അതുവഴി നീ കൊണ്ടുപോയ പൈസയാണ് 3000 രൂപ. 3000 രൂപയ്ക്ക് സെറിലാക്കിന്റെ അതിന്റെ അതിശയന്റെ കൊച്ചാ. ഇനി ഞാനൊന്ന് മനസ്സ് തുറക്കാം സുമി. സുമിക്ക് എന്നോട് ഹൃദയസ്പൃക്കായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന യാഥാസ്ഥിതികമായ പ്രേമമാണോ ഉള്ളത്? തീർച്ചയായും. ഈശ്വര, തലയിലായോ? ധ്യാൻ ചേട്ടന്റെ എല്ലാ മൂവീസിലും അജിത് ചേട്ടൻ ഉണ്ടാവാറുണ്ട്. ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടാ പറയുന്നേ? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പം നിങ്ങൾ തമ്മിൽ നിങ്ങൾ പോലും അറിയാത്ത എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയല്ല. എന്താണ് ആ ബന്ധം? അത് ഇവര് പോലും അറിയാത്താണ്. ഇവരെങ്ങനെ പറയും? ഞാൻ ആളെ ബന്ധിപ്പിക്കാം. സുന്ദരി എന്നാണ് പേര്. എത്ര നാളായിട്ടുണ്ടായി കൂടെ? നമ്മളെ 2 കൊല്ലായി. എത്ര നാളുണ്ട്? ഭയങ്കരക്കാര് പേര് വിളിച്ചാൽ ഓടി വരും എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് സ്നേഹമുള്ളത്, അങ്ങനെ എല്ലാ കാര്യത്തിലും പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാര്യമായിട്ടാണ് എന്നെ നോക്കുന്നത് കൂടെ. അപ്പം നിങ്ങൾ അതിനോട് അത്രയും പ്യൂറായിട്ട് നിന്ന് നോക്കിയാണ്. അത്രയും ക്യൂട്ടായിരിക്കും അവർ. കൊച്ചുള്ളവരാ. ഇത് എടുത്തടി. എനിക്ക് രാത്രിയായിട്ട് ഞാൻ വെള്ളം അടിച്ച് വിശപ്പ് കൊണ്ട് എന്താ ഞെട്ടാത്ത? ഞാൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണം? നീ അല്ലടാ ചാടിയത്. നിനക്കെന്താ വരിക്ക് സംസാരിച്ചു?
ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. എനക്കൊല്ലം ചെയ്യണ്ടോ? എന്റെ കാലത്തൊന്നും നീ ഓഫീസിൽ ഇരിക്കുമ്പോഴൊക്കെ വിളിക്കുന്നത്? നീ ഒരു വട്ടം അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് വിളിക്കാൻ മനസ്സില്ല. നീ അങ്ങനെ ഓഫീസിലോട്ട് പോകണ്ട. എങ്കിലും അച്ഛനടുത്ത് പൈസ എന്റെ ഒരു പട്ടിക്കുട്ടിയെ കണ്ടായിരുന്നോ? ഒരു വെള്ള പൂടയൊക്കെ ഉള്ള പട്ടിക്കുട്ടിയാണ്. എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നു. പിന്നെ ബ്രോ എല്ലാ നാട്ടിലും നോക്കി ഗർഭമുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അത് ഞാന്. സാർ എന്റെ പേര് കുഞ്ഞുമോൻ. ഏരിയ ഉണ്ടല്ലോ സാറേ, ഫുള്ള് വെള്ളവടിയും കഞ്ചാവും. അപ്പൊ അതിനെപ്പറ്റി ഒരു അവയർനെസ് തരാൻ വന്നതാണ്. ഇതെന്റെ കാർഡാ സാറേ വെച്ചോ. അതുകൊണ്ട് സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി. ഞാൻ 24/7 വെള്ളമടിക്കാൻ കുപ്പി ഡെലിവറി ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞത്, വിനീതേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോ കുറച്ചും കൂടെ എന്താ പറയാ ബുദ്ധിപരമായിട്ട് നിൽക്കും. ധ്യാൻചേട്ടന്റെ ഒപ്പം അഭിനയിക്കുമ്പോ അങ്ങനെ ബുദ്ധി അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് അവന്റെ കൂടെ ചേട്ടാ അങ്ങനെയല്ല. അപ്പൊ ഇത് നീ ഇല്ലാതെ എനിക്കിപ്പോ ഒരു കാര്യവും ചെയ്യാൻ പറ്റൂലെന്നായി. ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ അളിയാ. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. ചേട്ടാ ഒരു 50 രൂപ ഉണ്ടാവും, ബസ്സിന് പോകാൻ പൈസ ഇല്ലാണ്ട്. അതെ വലിക്കുമോ അത് വാങ്ങാനേ പൈസ ബാറ്റും ബോളും എടുത്തോണ്ടോ? ബാറ്റും ബോളും ഫുട്ബോളും എടുക്കുക. നിന്റെ അച്ഛൻ എന്റെ അടുത്ത് ഉണ്ടാക്കിയതെന്നറിയോ? നിന്റെ ചേട്ടനെ കൂടെ പഠിച്ചേനെ പോടാ. കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുത്തോണ്ടല്ലോ ഇമാരൊക്കെ നന്നാവും. എനിക്ക് വീട്ടുകാർ തന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ തലയിറച്ചി ഇറക്കുന്ന. അപ്പൊ രമേശ് ചേട്ടന്റെ ആണെങ്കിൽ അമരക് ബൃന്ദോണിയിൽ ആ നല്ലവനായ ഉണ്ണി ആ ഒരു ഹോസ്പിറ്റലിൽ കയറി വരുന്നതൊക്കെ ഭയങ്കര ഒരു അതെത്ര വർഷമായി? അല്ല അതല്ല അതുപോലെ ചേട്ടൻ ശരിക്കും അല്ല കുട്ടി മോട്ടർ ആക്കിയപ്പോ നീ മോട്ടർ ഓഫ് ചെയ്തു. ഞാൻ മോട്ടർ ഓഫ് ആക്കിയതാ. ടോപ്പായില്ലേ തോന്നിയാസം കാണിച്ചേർന്ന കുടുംബക്കാരെന്ത് പറയും? പിന്നെ കുടുംബക്കാര് പിരിവിട്ട പൈസക്കാണല്ലോ ഞാൻ വെള്ളം അടിച്ചത്. എടാ നിനക്കാരേലും പെണ്ണ് തരൂടാ ഹറാം പറഞ്ഞോനെ. പിന്നെ ഇവിടെ എല്ലാം തികഞ്ഞവന് പെണ്ണ് കിട്ടാണല്ലോ. അപ്പോഴായി പിഴക്കി. നീ എന്തിനാണ് എന്റെ ചെറുക്കനെ തേമ്പിയത്? അവന് കാമുകി എടുത്താൽ ഇളക്കം. പിന്നെ അവന്റെ കാമുകി എടുത്തല്ല നിന്റെ കുഞ്ഞമ്മയുടെ തളവും. ഇവന്റെ കാമുകി എടുത്താടാ ഇവനെ ഇളക്കം. പെണ്ണേഴ്സില്ല ജോസ്കോ അല്ല ചുങ്കത്ത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 8ാം ക്ലാസ്സിൽ രമയെ വിളിച്ചിറക്കി കൊണ്ടപ്പോ ഞാനും ഉണ്ടായിരുന്നുള്ളൂ കൂടെ. ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചുങ്ങൾ കണ്ട അതിന് കാരണവരാ ഞാനാ ഉണ്ണിക്കണ്ണ. കാമുകിയല്ല വേണ ഇവന്റെ കാമുകിയും തൊട്ടിലിട്ട് ആട്ടും. എന്തുകൊണ്ടാ ചൂടാ പോടാ? അല്ലടാ വായിന്ന് കൂള് തെറിച്ചു പോയടാ. റാപ്പാണ് ചുവന്ന മഷിയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയും കാര്യം എനിക്ക് വേണമെന്ന് പ്രാണം പിടികൊള്ളുന്ന പ്രിയത്ത് കൂട്ടിൽ മായത്തമ്മ ചൂട് രാത്രി തട്ടിപ്പോയി ഉത്തരം രാത്രിയിൽ ഒഴിപ്പിടിച്ചോറും മുന്നിൽ കരവിനെ ഹൃദയ സംഗീതത്തിലേക്ക് മനസ്സിൽ സ്വപ്നം മുഖത്തിലാക്കിച്ചത് ചിന്തകൾ മറക്കുന്ന സ്വപ്നങ്ങളിൽ എത്ര നാളതി കഷ്ടപ്പെട്ട് ഞാൻ തന്നെ പോകുമ്പോഴത്തേക്ക് സഹതാപത്തിന്റെ നേരത്തെ കണ്ടിട്ട് ടാവാക്കിച്ചിറങ്ങി ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത തൈലം വിൽക്കാൻ പോകുന്നവൻ ആസാമിലെ ഘോര വനാന്തരങ്ങളിൽ നിന്ന് കരികുരങ്ങൾ കൈയും കാലും വെട്ടിയെടുത്ത് അരിയും പറയും വെട്ടിയെടുത്ത് നിലാവുള്ള രാത്രി വെയിലത്തിട്ട് ഹിമാലയത്തിൽ സന്യാസിമാരുടെ ശുക്ലം നിർത്തുണ്ടാക്കിയാണ് ആസാമിലെ തൈലം. എന്താ മോളെ മാഷ ക്ലച്ചിന്റെ ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. സർവീസ് ചെയ്താൽ ശരിയാവും. പോൾ വാക്കറിന്റെ പെങ്ങളെ എല്ലാം അറിയാവൂ. മോളുടെ ഗീറടക്കം ശരിയല്ല, നമുക്കൊന്നുകൂടെ പഠിക്കാം. ആ കൈ അത് സെക്കൻഡ് ഫസ്റ്റ്. മാഷെ നമുക്കും കീറിടാനൊക്കെ ഉള്ള. എടാ കൈലാസം ഡ്രൈവിംഗ് സ്കൂളിൽ എല്ലാം ക്ലിയർ ആക്കി തന്നിട്ടേ വിടത്തോളൂ. മാഷേ എനിക്ക് നാളെ ടെസ്റ്റാ. ഓ മോളൊന്ന് ബാക്കിലോട്ട് നീ ഇങ്ങോട്ട് വേടാ. മാഷേ ഈ തിരുവനന്തപുരം വരെ പോവാനേ എത്ര കിലോമീറ്റർ കാണും? ഒരു 64 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടോ? കൂടും. കൂടുമല്ലേ? അപ്പൊ അവിടെ ചെന്നിട്ട് നേരത്തെ ഇറങ്ങണം. എന്റെ പൊന്ന് കനകരാജൻ നീ ടെസ്റ്റിലെ സംശയം ചോദിക്കി. മാഷെ അപ്പൊ നാളെ ടെസ്റ്റിന് പോലീസുകാരാണോ? ആ അയ്യോ അവരെന്നെ എന്തെങ്കിലും ചെയ്യോ? അറസ്റ്റ് ചെയ്യും.
അയ്യോ എന്തിന്? എന്റെ പൊന്നെ ഇറങ്ങടാ, നീ ഒരു ടെസ്റ്റിന് നോക്കണം, എന്നാലും നീ പഠിക്കും. സുമിത്ത് വാ. വീട്ടിലെ എണ്ണടിയൊക്കെ കൊള്ളാം. സീറ്റ് ബെൽറ്റ് ഇടടാ. ഒന്നും ഇല്ലല്ലോ പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അത് പേടിക്കണം. പിന്നെ ഈ റോഡ് ടെസ്റ്റിന് പോകുമ്പോ അവരെന്തോ കാണിക്കണം. എന്താ അത്? കൊഞ്ഞണം കുത്തി കാണിക്കണോ പോലീസുകാരനെ? മറന്നു ഹാൻഡ് സിക്. വണ്ടി എട് ചവിട്ട്. അപ്പൊ നീയാ? ഞാൻ സ്റ്റിയറിംഗേ നോക്കത്തുള്ളൂ. മാഷൂണ് അവിടെ ആക്സിലേറ്റർ കൂട്ടാൻ. അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ചേ? അങ്ങനെ